വരുന്ന 5 വർഷത്തിൽ കേരളത്തെ തുറമുഖ നഗരമാക്കുമെന്നാണ് നമ്മുടെ വി സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രക്രിയയ്ക്ക് ഒരു പേരും ഇട്ടിട്ടുണ്ട്. മിഷൻ സമുദ്ര എന്നാണ്. ഇത് കേരളത്തിന്റെ പുതുയുഗ പിറവി എന്നാണ് പറയുന്നത്. അതായത് പുതു കേരള പിറവി എന്നാണ് അദ്ദേഹം ഈ ഒരു പ്രൊജക്ടിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കേരളത്തെ വരുന്ന 5 വർഷത്തിനുള്ളിൽ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് വൻകിട പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസിറ്റ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ചാകും ഇത് നടപ്പിലാക്കുക. റോഡ്, സമുദ്രം, റെയില്, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് അദ്ദേഹം പറഞ്ഞത് ഇന്നാണ് കേരളത്തിന്റെ ആദ്യത്തെ കോൺഗ്രസ് അധികാരമേറ്റിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ആ ഒരു ബഡ്ജറ്റ് അവതരണത്തിലാണ് കേരളത്തിലെ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു പദ്ധതി, അതായത് മിഷൻ സമുദ്ര പറയുന്നത്. അതിനായിട്ട് 400 കോടി രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. വൻ പദ്ധതിയാണ്. നടപ്പിലായി കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം തന്നെ കേരളത്തിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ ഭാഗങ്ങൾ എന്ന് കൂടി നമുക്ക് നോക്കാം. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, അതാണ് ഇതിന്റെ ആദ്യത്തെ പ്ലാൻ. നമ്മൾ പറഞ്ഞു റെയില്, അതുപോലെ റോഡ്, ജലഗതാഗതം ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഇതെന്നുള്ളത്. രണ്ടാമത് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടറിംഗ് റോഡ് എന്നീ പദ്ധതികൾക്കായുള്ള സ്ഥലം ഏറ്റെടുക്കലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. 5 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു പദ്ധതി, സ്വപ്ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഈ ഒരു മന്ത്രിസഭ തലങ്ങും വിലങ്ങും പണിയെടുക്കുന്നത്. ഇനി മൂന്നാമത്തത് വിഴിഞ്ഞം കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. 4. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. വിഴിഞ്ഞമാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം തുറമുഖ നഗരം എന്ന് പറയുമ്പോൾ തന്നെ വിഴിഞ്ഞമാണ് എല്ലാവരും മനസ്സിലുള്ളത്. അതുപോലെ തന്നെ ഇത്രയും വർഷം ഭരിച്ച കേരളത്തിലെ ആർക്കും തോന്നാത്ത ഒരു പദ്ധതിയാണ് ഇത്. ഇത് നടപ്പായി കഴിഞ്ഞാൽ കേരളത്തിന്റെ ജലഗതാഗതവും അതേപോലെ റെയിലും റോഡും എല്ലാം നമുക്ക് അടുത്തൊരു മേഖലയിലേക്ക് കടക്കുകയാണ്. ഇതൊരു സ്വപ്ന പദ്ധതി തന്നെയാണ്. കേരള പിറവി, അതായത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ 5 വർഷങ്ങളിൽ കേരളത്തിന്റെ പുതുയുഗ പിറവി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു ജാഥയായിരുന്നു പുതുയുഗ യാത്ര. ആ യാത്രയിൽ കേരളത്തിന്റെ തലവര വരെ മാറ്റാനായിട്ട് ഞങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ പദ്ധതി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സമുദ്ര എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ മിഷൻ സമുദ്ര എന്ന് നമുക്ക് അതിനെ ഓമന പേരിൽ വിളിക്കാവുന്നതാണ്. 400 കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നാണ് ബഡ്ജറ്റ് അവതരണം. ബാക്കിയുള്ള എന്തൊക്കെയാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അതിന്റെ ഒപ്പം തന്നെ അദ്ദേഹം സംസ്ഥാനത്തെ കടബാധ്യതയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. 20,500 കോടി രൂപയുടെ പ്രതീക്ഷിത വരുമാനം കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതീക്ഷിത വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഗണ്യമായ കുറവ് കണക്കിലെടുക്കാതെയാണ് പദ്ധതി അടങ്കൽ 35,750 കോടി രൂപയായി മുൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് നേരത്തെയുള്ള സർക്കാർ, LDF സർക്കാർ എത്രയാണോ നമ്മുടെ പ്രതീക്ഷിത വരുമാനം കുറഞ്ഞു, പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെയാണ് പദ്ധതിക്ക് വേണ്ടി ചെലവാക്കിയിരിക്കുന്നതെന്നാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെലവാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രിയായ സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഈ കുറവ് കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ പദ്ധതി ആനുപാതികമായി കുറവുണ്ടാകും. കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ ക്ഷാമബത്ത കുടിശ്ശിക ഇനത്തിൽ 2,670 കോടി രൂപയും ക്ഷേമാശ്വാസ കുടിശ്ശിക ഇനത്തിൽ 14,387 കോടി രൂപയും ബിൽ ഡിസ്കൗണ്ടിൽ വഴി ബാങ്കുകൾക്കും കരാറുകൾക്കുമായി നൽകാനുള്ള 3,431 കോടി രൂപയും മാറ്റിവെക്കപ്പെട്ട 9,245 കോടി രൂപയുടെ മറ്റു ബാധ്യതകളും കിഫ്ബിയുടെ 20,000 കോടി രൂപയുടെ വായ്പ തിരിച്ചടവിന്റെ ബാധ്യതയും ധവളപത്ര പ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിന്റെ എല്ലാ നാനാവിധ വശങ്ങളും പഠിച്ചിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തില്
ഇത്രയും കോടി രൂപയുടെ കടമുണ്ടെന്നും ആ ഒരു കോടി രൂപയുടെ കടം വച്ചിട്ടാണ്, അതൊന്നും പരിഗണിക്കാതെയാണ് ഇതിനു മുന്നേയുള്ള സർക്കാർ പല പദ്ധതികൾ നടപ്പാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള സർക്കാരിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്താണെന്നറിയോ? എങ്ങനെ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്നാണ്. ഖജനാവ് പൂച്ച പെറ്റ് കിടക്കുകയാണെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ്, അതായത് ഇപ്പോഴത്തെ നമ്മളുടെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്നും ഇത്രയേറെ ബാധ്യതകൾ തങ്ങൾക്കുണ്ട്. അതെല്ലാം യഥാവിധം കൊടുത്തു തീർക്കേണ്ടതും യഥാവിധം നടപ്പാക്കേണ്ടതും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ, അതായത് ക്ഷേമ പെൻഷന്റെ ആണെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൊടുത്തു തീർപ്പാക്കാനായിട്ട്, അത് യഥാവിധം ഓരോ മാസം കൊടുക്കാനായിട്ടാണ് തങ്ങൾ ഇനി പ്രയത്നിക്കുന്നതെന്നാണ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ബാക്കിയുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഇനി എന്തൊക്കെയാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമുദ്ര ഓപ്പറേഷൻ, അതായത് സമുദ്ര പദ്ധതി നല്ലൊരു പദ്ധതി തന്നെയാണ്. നടപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ വരും 5 വർഷത്തിൽ കേരളത്തിന്റെ തലവര തന്നെ മാറാനുള്ളതാണ്.